ഹാ ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു പാലം പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളതിൻ്റെ ഏറ്റവും വലിയ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പാമ്പൻ പാലം. കടലിന് കുറുകെ കിലോമീറ്ററോളം ദൂരമുള്ള പാലമാണിത്. പാമ്പൻ പാലത്തിൽ കൂടി ട്രെയിൻ പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ഞാൻ കൃത്യമായിട്ട് ആ പേര് പറഞ്ഞുതരാം. പാമ്പൻ പാലം എന്നറിയപ്പെടുന്ന ഇതാണ്. പാമ്പൻ പാലത്തിൽ 3 പാലങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ പഴയ പാലം, ട്രെയിൻ പോകുന്നതിനുള്ള പഴയ പാലം. രണ്ടാമത് ഇപ്പം നിർമ്മിച്ച പുതിയ പാലം. മൂന്നാമത്തെ പാലം ഇരുചക്ര വാഹനങ്ങളും സാധാ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് മാർഗമുള്ള പാലം. ഇങ്ങനെ 3 പാലങ്ങൾ ഇവിടെ നിലവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസാണിത്. കാരണം അറിയാം, കടലാണിത്. കടലിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന് വളരെയധികം പ്രത്യേകതകളുമുണ്ട്. വളരെ മേലെ നോക്കിക്കഴിഞ്ഞാൽ താഴെ മീനൊക്കെ പോകുന്നത്, കൂട്ടത്തോടെ കൂട്ടം പോകുന്നതിന് നമുക്ക് കാണാൻ പറ്റും. ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല, പഴയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കർവ് മോഡലാണ്. നമ്മുടെ ഷിപ്പൊക്കെ പോകുന്ന സമയത്ത്, ഷിപ്പിന് വേണ്ടിയിട്ട് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ, ഷിപ്പ് പോകുന്ന സമയത്ത് ഈ പാമ്പൻ പാലത്തിൻ്റെ സെൻറ്ററുള്ള ഭാഗം, ഈ കാണുന്ന പോർഷൻ ഒരു കർവ് മോഡലുള്ള, അത് മേലോട്ട് ഉയർന്നാണ് പഴയ പാലം നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള പാലം നേരെ വ്യത്യസ്തമാണ്. ഒരു ലിഫ്റ്റ് മോഡൽ രണ്ടാമത്തെ പാലം നമ്മൾ കാണുമ്പോൾ തന്നെ ഉള്ള പുതിയ പാലം കാണാം. അതിൽ ലിഫ്റ്റ് പോലെ ഒരു സിറ്റുവേഷനാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 72.5 മീറ്ററാണ് ഈ ലിഫ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ആ നെടുംതുണി പോലെ നിൽക്കുന്ന സ്ഥലമാണ് ആ ലിഫ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഷിപ്പ് വരുന്ന സമയത്ത് ഈ ലിഫ്റ്റ് എന്ത് ചെയ്യും, ആ പാലം ആ ഒരു പീസ് മാത്രം റെയിൽവേയുടെ ക്രോസ് ചെയ്യുന്ന ആ ഭാഗം ലിഫ്റ്റ് ചെയ്യും. അതുപോലെ ഈ ദൃശ്യത്തിൽ കാണുന്ന ഇതാണ് റോഡ് മാർഗമുള്ള പാത. ഇതും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാ വണ്ടികളും കടന്നു പോകുന്ന രീതിയിലാണ് ഇത്. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഈ പാലത്തിൽ ഒരു ആൾക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടില്ല. അതിനർത്ഥം എന്തായാലും അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെറ്റി കിട്ടും എന്നാണ് എൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ട് കടൽ ശാന്തമാണ്. ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണിത്. കാരണം വളരെ നാച്ചുറലി ഫീൽ കിട്ടുന്നൊരു സ്ഥലമാണ്. അതുമാത്രവുമല്ല, നല്ല കാറ്റും പ്രത്യേക വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഏതാണ്ട് നല്ലൊരു ഏരിയ ഇവിടെ കാണാം. ഈ പാലത്തിൻ്റെ ഏതാണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 2.08 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാലത്തിൻ്റെ താഴ്ഭാഗത്ത് മത്സ്യബന്ധനമുണ്ട്. അതാണ് ആ കാണുന്ന ചെറിയ ബോട്ടുകൾ. അതുപോലെ ദ്വീപസമൂഹമുണ്ട്. ഇതിപ്പോൾ നമുക്ക് കടന്നു പോകുന്ന റോഡ് മാർഗമാണ്. ഞാൻ ഈ 2.8 കിലോമീറ്റർ നടന്നിരുന്നു. വളരെ നല്ലൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. എന്തായാലും വന്ന് കാണുക.